നിങ്ങളെപ്പോൾ പാവപ്പെട്ടവനാവും? നമ്മളോട് ആരെങ്കിലും പണം കടം ചോദിച്ചാൽ മതി. ആരെങ്കിലും പണം കടം ചോദിച്ചാൽ നമ്മുടെ സകല പ്രാരാബ്ദങ്ങളും കടങ്ങളും ചെലവുകളും എല്ലാം എണ്ണി പറക്കി പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് പാവപ്പെട്ടവനാവും. പക്ഷേ നിങ്ങൾക്കിപ്പോഴുള്ള ചില ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു പാവപ്പെട്ടവനാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ പാവപ്പെട്ടവനാക്കാൻ സാധ്യതയുള്ള 10 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. അപ്പോൾ നിങ്ങളെ പാവപ്പെട്ടവനാക്കാൻ പോകുന്ന 10 ശീലങ്ങൾ. ഈ ശീലങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കാനല്ല. നിങ്ങൾക്ക് ആ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തുടർന്ന് വരുന്ന ശീലങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോഴേ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു പാവപ്പെട്ടവനാവുന്ന അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. നിങ്ങളെ പാവപ്പെട്ടവനാക്കാൻ പോകുന്ന ആദ്യത്തെ ശീലം, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം അകത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അപ്പോഴും കുറേ സാധനങ്ങൾ വീണ്ടും പുറത്തിരിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത കുറേ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ വീഡിയോ കാണുന്ന ആര് ഇങ്ങനെ ചെയ്താലും എല്ലാവരും വീട്ടിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ എന്തിനാണ് വാങ്ങിയത്? ഈ ഒരു വാങ്ങൽ നമുക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി. നമുക്കത് ഉപയോഗം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ ആലോചിച്ചില്ല, നമ്മളങ്ങ് വാങ്ങി. ഇതിനെ പറയുന്ന പേരാണ് ഇമ്പൾസീവ് പർച്ചേസ്. ഇതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട ആദ്യത്തെ ശീലം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ തോന്നി ഉടനെ അങ്ങ് വാങ്ങി, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഭാവിയിൽ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടുപെടുത്തും. ഇപ്പം നിങ്ങൾക്ക് വരുമാനമുണ്ട്, അധികം ചിലവുകളില്ല, അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷേ ഈ ശീലം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭാവിയിൽ ചിലവ് കൂടുന്ന സമയത്ത് ഇത്തരത്തിൽ കണ്ട ഉടനെ എന്തെങ്കിലും വാങ്ങാൻ തോന്നി അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടും. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചിലവുകൾക്ക് എടുത്ത് ചിലവാക്കാൻ പണമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ശീലം, ഇമ്പൾസീവ് പർച്ചേസ് എന്ന് പറയുന്നൊരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളത് ഉടനെ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ അത് നിങ്ങളെ ഒരു ദരിദ്രനാക്കി മാറ്റും. അടുത്തൊരു ബാഡ് ഹാബിറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാം, അതേപോലെ റിട്ടേൺസും കൂട്ടാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അത് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും, അത് എല്ലാ വെതറിനും പറ്റിയതായിരിക്കും. അപ്പോൾ ഒരു ഓൾ വെതർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ലോങ് ടൈമിലേക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. ആ ആപ്പാണ് തേജി മന്തി ആപ്പ്. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തേജി മന്തിയാണ്. തേജി മന്തി എന്ന് പറയുന്നത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റാണ്. തേജി മന്തി ആപ്പ് റെഡി ടു ഇൻവെസ്റ്റ് ആയിട്ടുള്ള 15 മുതൽ 20 വരെയുള്ള സ്ട്രോങ് സ്റ്റോക്സ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾക്ക് 20 മുതൽ 22,000 രൂപ വരെ ഉള്ള തുകയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പിന്നെ നിങ്ങളുടെ റിസ്ക് അസസ് ചെയ്തതിന് ശേഷം ഇതിൽ ഏതൊക്കെ സ്റ്റോക്സ് നിങ്ങൾ വാങ്ങണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങണം എന്നുള്ളത് തേജി മന്തി പറഞ്ഞുതരും. അതിനുശേഷം ഈ ഒരു പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ സ്റ്റോക്സ് ഒഴിവാക്കണം, ഏതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം, അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണം ചെയ്യാൻ എന്നുള്ളതും ഈ ഒരു തേജി മന്തി ആപ്പ് തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. അതിനു പുറമെ ഈ സ്റ്റോക്കുകൾ എന്തിനാണ് അവോയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് ആഡ് ചെയ്തതെന്നുള്ളതിനും കൃത്യമായ റീസൺ ഇവർ പറഞ്ഞുതരും. ഈ കാര്യങ്ങളൊക്കെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഇവരുടെ ഒരു ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 99 രൂപ പെർ മന്ത് എന്നുള്ള റേറ്റിലാണ്. അപ്പോൾ തേജി മന്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ തേജി മന്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്കും കിട്ടും. ഇനി അടുത്തൊരു ശീലം, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. നിങ്ങളുടെ കഴിഞ്ഞ മാസം, ഇപ്പോൾ ഏപ്രിൽ മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ നിന്നൊക്കെ എടുത്ത് പറയാൻ പറ്റും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, നിങ്ങൾ ഓരോ ചിലവ് ഓർത്ത് നോക്കും, നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ചിലവായെന്ന് നിങ്ങൾക്കൊരു കണക്ക് കിട്ടും. ഇനി കഴിഞ്ഞ മാസം നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങളുടെ വരുമാനം ആലോചിക്കുമ്പോൾ സാലറി, അതിന് പുറമെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ വരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ ചിലവ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന തുക നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഉള്ള ബാലൻസ് എടുത്ത് നോക്കി നോക്ക്. നിങ്ങൾ ഈ പറഞ്ഞ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറച്ചിട്ടുള്ള തുകയാണോ അത്? ആയിരിക്കില്ല. ഒന്നുകിൽ നമ്മൾ കരുതിയ അത്രയും തുക അതിലില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ വിചാരിച്ച ചിലവുകളല്ല കഴിഞ്ഞ മാസം നടന്നിരിക്കുന്നത്, അതിനേക്കാളും കൂടുതൽ ചിലവ് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വരുമാനം വന്നതിനേക്കാളും കൂടുതൽ ചിലവ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള പണം നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ടെത്തി, അതെങ്ങനെയാണെന്ന് പോലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വരവും ചിലവും അത് എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം വരവ് നിങ്ങൾക്ക് വന്നു, എത്രത്തോളം നിങ്ങൾ ചിലവാക്കി, ഇതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയോട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതാണ് നിങ്ങളുടെ അടുത്ത ഒരു ശീലം, വരവിനും ചിലവിനും കുറിച്ച് ധാരണയില്ലാതെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ വരവും ചിലവും എഴുതി വയ്ക്കാതെയാണ് നിങ്ങൾ ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടായിരിക്കും. നമ്മളത് അറിയുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് അറിഞ്ഞാലേ, നിങ്ങളുടെ വരവും ചിലവും അറിഞ്ഞാലേ
നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളത് അറിയാതെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരവിനും ചിലവിനും ഒരു കണക്കില്ലാതെ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാമ്പത്തികം മൊത്തം താളം തെറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് വരവും ചിലവും എഴുതി വയ്ക്കുന്ന ഒരു ശീലം ഇല്ലെങ്കിൽ, ആ ഒരു ശീലം ഉടനെ തുടങ്ങുക. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസത്തെയും വരവും ചിലവും എഴുതി വയ്ക്കുക. അടുത്തൊരു ശീലമാണ്, നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു, 10-ാം തീയതി ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 15-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലെ പണം മൊത്തം തീർന്നു. പിന്നെ അങ്ങോട്ട് ആരെങ്കിലും നിന്നും കടം വാങ്ങി ആ ഒരു പൈസ വെച്ചാണ് ആ മാസം മുഴുവിപ്പിക്കുന്നത്. പിന്നെ അടുത്ത മാസം തുടക്കത്തിൽ കാശ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആ കഴിഞ്ഞ മാസം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കും. അങ്ങനെ അതൊരു 10-ാം തീയതി ആകുമ്പോഴേക്കും ആ കാശ് തീരും, പിന്നെ വീണ്ടും കടം വാങ്ങും. ഇങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പ്രശ്നത്തിലാണ്. നിങ്ങൾ എന്തായാലും ഒരു പാവപ്പെട്ടവനായി മാറണമെന്നില്ല, ഇത് തന്നെ ഒരു പാവപ്പെട്ടവൻ്റെ ജീവിത രീതിയാണ്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഇല്ലാതെ, ഒരു മാസം ചിലവാക്കാവുന്ന തുകയുടെ കൃത്യമായൊരു ബഡ്ജറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതൊരു മോശം ശീലമാണ്, അതൊരു തെറ്റായ ശീലമാണ്, അപകടകരമായ ശീലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്കൊരു മാസത്തിന് കൃത്യമായൊരു ബഡ്ജറ്റ് വേണം. നിങ്ങൾക്ക് ഇത്രയേ ഒരു മാസം ചിലവാക്കാൻ പറ്റൂ. എന്നിട്ട് വെറുതെ ബഡ്ജറ്റ് ഉണ്ടാക്കിയാൽ പോരാ, ആ ബഡ്ജറ്റിനനുസരിച്ച് തന്നെ ജീവിക്കുകയും വേണം. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. നിങ്ങളൊരു 15,000 രൂപ വരുമാനം കിട്ടുന്ന ആളാണ്, അല്ലെങ്കിൽ 15,000 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുന്ന തുക. അപ്പോൾ നിങ്ങളുടെ ആ മാസത്തെ ബഡ്ജറ്റ് 15,000 രൂപയാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് അറിഞ്ഞു, 15,000 ബഡ്ജറ്റ് എന്ന് അറിഞ്ഞു. പക്ഷേ അത് മാത്രം വെച്ചിരിക്കരുത്. ബഡ്ജറ്റ് 15,000 ആണെങ്കിൽ, ഒരു മാസം 15,000 ആണെങ്കിൽ ഒരു ദിവസം എത്രയാണ്? 500 രൂപ ചിലവാക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിലവാക്കുമ്പോൾ ഈ ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന തുക 500 ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ 10 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് 5,000 രൂപയെ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ 5,000 രൂപയെ ചിലവാക്കാൻ പാടുള്ളൂ. അടുത്ത 10 ദിവസം അടുത്ത 5,000 രൂപ, അടുത്ത 10 ദിവസം അടുത്ത 5,000 രൂപ. അങ്ങനെ ഒരു മാസം മുഴുവൻ നിങ്ങൾ ഈ 15,000 രൂപ വെച്ച് ജീവിക്കാം. അപ്പം നമുക്കൊരു മാസം കിട്ടുന്ന വരുമാനം, നമുക്ക് ഒരു മാസം അടുത്ത വരുമാനം വരുന്നവരെ, അടുത്ത സാലറി വരുന്നവരെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ തുക മനസ്സിൽ കണ്ട് അതിനനുസരിച്ച് ചിലവാക്കുക എന്നതിനെയാണ് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കി ബഡ്ജറ്റിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റും ഇല്ലാതെ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചിലവാക്കിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പരിപാടി, ആ ഒരു ശീലം ഇപ്പം തന്നെ അവസാനിപ്പിച്ചേക്ക്. നിങ്ങളൊരു വലിയ പ്രശ്നത്തിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ശീലമാണ്, നിങ്ങൾ വരുമാനം മുഴുവൻ കിട്ടിക്കഴിഞ്ഞിട്ട് അതിലെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എടുത്ത് സേവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് 1 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ രീതിയിൽ, അതായത് ചിലവ് കഴിഞ്ഞ് സേവ് ചെയ്യാം എന്ന ഒരു രീതി മാറ്റിയിട്ട് ആദ്യം തന്നെ സേവ് ചെയ്യുക. നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുക വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി തുക വെച്ച് ചിലവാക്കുക. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ തന്നെ സർപ്രൈസ് ആവും. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ ആദ്യം തന്നെ മാറ്റി വയ്ക്കുന്ന തുക അതൊരു ലോണിലേക്ക് അടയ്ക്കുന്ന പോലെ, അതായത് നിങ്ങൾക്കെടുത്ത് ചിലവാക്കാൻ പറ്റാത്തൊരു തുകയാണ് എന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറും, നിങ്ങളുടെ ചിന്ത മാറും. അപ്പോൾ നിങ്ങൾ ശമ്പളം കിട്ടി പറഞ്ഞാൽ ആ തുക എടുത്ത് സേവിങ്സിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി തുക വെച്ച് ആ മാസത്തെ ചിലവ് നടത്തുക. അതായത് 10,000 രൂപ കിട്ടുന്ന ആൾ 500 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടത്, എനിക്ക് 9,500 രൂപയാണ് എനിക്ക് ആ മാസം വരുമാനമുള്ളൂ, അത് വെച്ചാണ് എൻ്റെ ചിലവ് നടത്തേണ്ടത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ തനിയെ ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ നിങ്ങൾ ശീലിക്കേണ്ടത്, വരുമാനം കിട്ടുമ്പോൾ ഉടനെ തന്നെ പണം സേവ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ അടുത്തൊരു ശീലമാണ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. സേവിങ്സ് ചെയ്യുന്നവരുണ്ടാവും, പൈസ മാറ്റി വയ്ക്കുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയായി. ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ റിട്ടേൺസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനായിട്ടും അതിന് മെനക്കെടണ്ടേ, അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ചെല്ലണം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയണം, ഇത് തുടങ്ങണം. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഈ വർഷം വാങ്ങുന്ന ഒരു സാധനം അടുത്ത വർഷം നമ്മുടെ പണപ്പെരുപ്പം 5% ആണെങ്കിൽ അതേ സാധനം വാങ്ങാൻ നമ്മൾ 105 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മളൊരു 100 രൂപ സേവ് ചെയ്തു, അതൊരിടത്ത് മാറ്റി വെച്ചു. അടുത്ത വർഷവും ആ സേവ് ചെയ്ത 100 രൂപയുടെ മൂല്യം 100 രൂപയാണ്. പക്ഷേ നമുക്ക് വാങ്ങേണ്ട സാധനത്തിൻ്റെ വില കൂടി, അത് 105 രൂപയായി. അപ്പോൾ നമുക്കിത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ പണപ്പെരുപ്പം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെയൊക്കെ വില കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന തുകയുടെ മൂല്യം അതുപോലെ കൂടണ്ടേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ സേവിങ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ പാവപ്പെട്ടവനാവുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സേവ് ചെയ്ത പണത്തിന് മൂല്യം കുറഞ്ഞു വരും. പക്ഷേ അപ്പുറത്തെ വിലക്കയറ്റം കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മൂല്യം കൂടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിലക്കയറ്റത്തിനൊപ്പം തന്നെ നമ്മുടെ സേവിങ്സിൻ്റെ മൂല്യം കൂട്ടണം. അതിന് നമ്മൾ ഇൻവെസ്റ്റ് തന്നെ ചെയ്യണം. ആ ഒരു ശീലം ഇല്ലെങ്കിൽ ആ ഒരു ശീലം നിങ്ങൾ തുടങ്ങണം. അടുത്തൊരു ശീലമാണ്, കടം വാങ്ങുന്നത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കാതെ കടം വാങ്ങുന്നൊരു ശീലം.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ പാവപ്പെട്ടവനാണ് എന്ന് നമുക്ക് സ്വയം തോന്നുന്നത് എപ്പോഴാണ്? ആരെങ്കിലും നമ്മളോട് കടം ചോദിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സകല ചിലവുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഓർമ്മ വരും. പക്ഷെ അത് കഴിഞ്ഞ് അത് നമ്മൾ വിട്ടു. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വന്നു, നിങ്ങൾക്കൊരു 60,000 രൂപ പേഴ്സണൽ ലോൺ ഓക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപ പേഴ്സണൽ ലോൺ ഓക്കെ ആയി. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരും. ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളും ചിലവുകളും ഓർമ്മ വരും. നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾക്ക് ഈ 1,00,000 കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇങ്ങനൊരു കാര്യത്തിന് ചിലവാക്കാം, അത് കഴിഞ്ഞ് ഇന്നൊരു കാര്യത്തിന് ചിലവാക്കാം, അങ്ങനത്തെ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷേ ഈ വാങ്ങുന്ന കടം അടുത്ത മാസം തൊട്ട് തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. കാരണം നമ്മൾ വാങ്ങുന്ന കടമൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളോട് ആരെങ്കിലും പണം അങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രാരാബ്ദങ്ങളും ചിലവുകളും ഓർമ്മ വരുന്ന പോലെ ഇങ്ങോട്ട് തരാമെന്ന് പറയുമ്പോഴും നമുക്ക് ഈ പ്രാരാബ്ദങ്ങളും ചിലവുകളും ഓർമ്മ വരണം. കാരണം നമ്മൾ ആ പ്രാരാബ്ദത്തിൻ്റെ കൂടെയാണ് ഈ ഒരു കടം കൂടെ എടുത്ത് വയ്ക്കുന്നത്. ഇത് നമുക്കിനി ഭാവിയിൽ തിരിച്ചടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാനം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചടയ്ക്കും. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ബാധ്യതകളുടെ കൂടെ വേറൊരു ബാധ്യതയും കൂടെ എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ശരിക്കും അത് ആലോചിക്കണം, നമ്മളെ കൊണ്ട് ഇത് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് നമുക്ക് വരവും ചിലവും കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നിങ്ങളുടെ വരവുകൾ, ചിലവുകൾ, നിങ്ങളുടെ വലിയ കടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഏത് പോയിന്റിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അഡീഷണൽ മേടിച്ച് വയ്ക്കുന്ന കടം നിങ്ങളെ കൊണ്ട് വീട്ടാൻ പറ്റുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ അതെടുത്ത് വെക്കരുത്, ആ കടം നിങ്ങൾ എടുക്കരുത്. അടുത്തൊരു ശീലം, അത് നമ്മൾ മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ശീലമാണ്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു വീട്, അങ്ങനെ ഒരു വീട്, അതിനൊരു ചിലവുണ്ടായിരിക്കും. ഇനി നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വെക്കുന്നൊരു വീട്, ആ വീട് കുറച്ചുകൂടെ വലുതായിരിക്കും, അതിന് അതിൻ്റേതായ ചിലവുണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ വീടിൻ്റെ ആവശ്യത്തിന്, നമ്മുടെ ഫാമിലിയുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ട ഒരു കാറ്, അങ്ങനെ ഒരു കാറും, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്ക് വാങ്ങാൻ തോന്നുന്ന ഒരു കാറും, അങ്ങനെ ഒരു കാറുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഏതാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിൽ ഒരു പാവപ്പെട്ടവനാവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ളൊരു, നമ്മുടെ വീടിന്, നമ്മുടെ കുടുംബത്തിന് വേണ്ട ഒരു വീട് നമ്മളെ കൊണ്ട് വെക്കാൻ പറ്റും. പക്ഷേ അതിന് പകരം നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത അത്രയും വലിയൊരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ വീടിന് വേണ്ടി എടുത്ത ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. അപ്പോൾ അത്തരത്തിലൊരു കടക്കാരനെ ജീവിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ആ ലോൺ അടയ്ക്കൽ മാത്രമാവും നമ്മുടെ ഒരു വരുമാനം കൊണ്ടുള്ള ഉപയോഗം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയുമല്ലോ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവുമെന്ന്. ആദ്യം നമ്മുടെ കൊക്കിൻ്റെ വലിപ്പം നമുക്കറിയണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വരവിനും ചിലവിനും നിങ്ങളുടെ കടങ്ങളെക്കുറിച്ച് ഒരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള ഒരു വീട്, ആ വലുപ്പത്തിലുള്ളൊരു വീട്, അല്ലെങ്കിൽ ആ വലുപ്പത്തിലുള്ളൊരു കാറ്, അതുപോലെ ഓരോ ചിലവുകളും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ നമ്മളുടെ വരുമാനവും നമ്മളുടെ ധനസ്ഥിതി അനുസരിച്ച് എന്ത് ചെയ്യാമോ അത് മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം. സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട ശീലം, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പണമില്ലെങ്കിലും നിങ്ങൾ കടം വാങ്ങി അത് വാങ്ങുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശീലം നിങ്ങൾ ഉടനെ ഒഴിവാക്കണം. ഈ കടം വാങ്ങി വാങ്ങുന്നതിൽ ഞാൻ പറയുന്നത് വലിയ വലിയ ലോൺ എടുത്ത് വാങ്ങുന്ന കാര്യങ്ങളല്ല. അതായത് നേരത്തെ പറഞ്ഞ വീട് വാങ്ങുന്നതോ ലാൻഡ് വാങ്ങുന്നതോ കാറ് വാങ്ങുന്നതോ അത്തരത്തിലുള്ള ചിലവുകളല്ല പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് നിങ്ങൾക്കൊരു ഡ്രസ്സ് കണ്ടു, ഓൺലൈൻ സൈറ്റിലൊരു ഡ്രസ്സ് കണ്ടു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് കണ്ടു, ഇപ്പോൾ ഒരു ഹെഡ്സെറ്റോ സ്പീക്കറോ അല്ലെങ്കിൽ ഫോണ്, കുഴപ്പമില്ലാത്തൊരു ഫോണാണ് പക്ഷെ ഒരു പുതിയ ഫോണ്, അല്ലെങ്കിൽ ചെരുപ്പ്, ഷൂസ്, അങ്ങനെ എന്തോ വില കൂടിയൊരു സാധനം നിങ്ങൾ കണ്ടു. അത് വാങ്ങാനുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല, പക്ഷെ നിങ്ങൾക്കത് വാങ്ങണം. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യവും ആ സൈറ്റിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ വാങ്ങിയിട്ട് അടുത്ത മാസം തൊട്ട് അടച്ചു തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ EMI ആയിട്ട് ഈ പേയ്മെൻറ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ബൈ നോ പേ ലേറ്ററും 0 EMI സ്കീമും, അങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ട്. നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള എല്ലാ സ്കീമും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഈ മാസം എനിക്ക് ചിലവില്ലല്ലോ, പിന്നെ അത് എപ്പോഴെങ്കിലും കൊടുക്കാം എന്ന രീതിയിൽ കടം വാങ്ങി, അതായത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പണം, അതായത് നിങ്ങൾ ഇനി സമ്പാദിക്കേണ്ട പണം ഇപ്പോൾ ചിലവാക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയ അപകടത്തിലാണ്. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങളത് ഇപ്പോഴേ ഒഴിവാക്കണം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, ചെറിയ പർച്ചേസ് അല്ലേ, ഒരു ഉടുപ്പോ ഒരു ഷൂവോ വാങ്ങിയതുകൊണ്ട് എന്താ വലിയ പ്രശ്നമെന്ന്. പക്ഷേ വലിയൊരു കപ്പൽ മുങ്ങുന്നത് അതിൽ വലിയൊരു ഹോൾ വരുമ്പോഴല്ല, ചെറിയ ചെറിയ ഹോൾ വരുമ്പോൾ തന്നെയാണ്. ഈ ചെറിയ പർച്ചേസുകൾക്ക് വേണ്ടി കടം വാങ്ങുന്നതാണ് ഏറ്റവും വലിയ അപകടം. വലിയ പർച്ചേസുകൾ, ഇപ്പോൾ ഒരു വീട് വാങ്ങുന്നു അല്ലെങ്കിൽ ലാൻഡ് വാങ്ങുന്നു, അത് ലോൺ എടുത്ത് തന്നെ വാങ്ങേണ്ടി വരും, കാരണം അതിനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വാങ്ങിയാലും ഭാവിയിൽ ഈ ലാൻഡിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ട് അതിൻ്റെ പലിശ അടച്ചാലും നമുക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് ഉപയോഗിച്ച് കളയാനുള്ള സാധനങ്ങളാണ്.
അതിനാണ് നിങ്ങൾ ഇത്രയും എന്താ പറയുക കടം വാങ്ങിയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കടം വാങ്ങിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉടനെ നിങ്ങൾ ഒഴിവാക്കണം. അടുത്തൊരു ശീലമാണ് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. പലർക്കും പറ്റിപ്പോകുന്നൊരു കാര്യമാണ്, നമുക്കൊരു ജോലിയുണ്ട്, അതിൽ നിന്ന് വരുമാനമുണ്ട്, അത് വെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പം നമ്മൾ അതിലങ്ങ് കംഫർട്ടബിൾ ആവും. ആ ഒരു വരുമാനം മാത്രം വെച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അതൊരു പ്രശ്നമാണ്. കാരണം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ആ കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, അവരുമായിട്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം. അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്, നമുക്ക് ചിലപ്പോൾ മാനേജ്മെൻറ്റുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് മാറാൻ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് പുതിയൊരു ജോലി പെട്ടെന്ന് കിട്ടാതിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിന്, നമ്മളുടെ കമ്പനി ഒരു പ്രത്യേക മേഖലയിലായിരിക്കുമല്ലോ, ആ ഒരു മേഖലയ്ക്ക് പെട്ടെന്ന് ഒരു ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി നഷ്ടത്തിലാവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ശമ്പളം തരാൻ പറ്റാത്ത അവസ്ഥ വരാം. അങ്ങനെ നമ്മളൊരു ജോലി, അതിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുമാനം നിലയ്ക്കാനുള്ള വലിയൊരു റിസ്ക് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ സാമ്പത്തിക പ്രശ്നത്തിൽ പോയി പെടും. അപ്പോൾ നമുക്ക് അധികം സമയമുള്ളപ്പോൾ, നമുക്ക് എനർജി ഉള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഒരു വരുമാനത്തിന് പുറമെ മറ്റു വരുമാന സ്രോതസ്സുകളും കൂടെ കണ്ടുപിടിക്കണം. അല്ലാതെ ഒരൊറ്റ വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്. അത് ഭാവിയിൽ നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടുപെടുത്തും. അടുത്തൊരു ശീലമാണ് ഒരിക്കലും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കാത്തത്. സേവിങ്സ് ഉണ്ടാവും, പക്ഷേ കുറച്ച് പൈസ. ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് കുഴപ്പം എന്താ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാശ് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റില്ല. കാരണം അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സമയം കഴിയുമ്പോൾ മെച്ചുറാവുക. പകുതിക്ക് വെച്ച് എടുക്കാം, അങ്ങനെയാണെങ്കിൽ അതിൽ എന്താ പറയുക ലാഭമൊന്നും കിട്ടില്ല, ഇറക്കിയ പൈസ മാത്രമേ ചിലപ്പോൾ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി തീരുന്നവരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അഡീഷണൽ പണം ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും. അപ്പം നമ്മുടെ കയ്യിൽ വരുമാനമുള്ള സമയത്ത് നമ്മൾ പണം സേവ് ചെയ്തിട്ട് നമ്മളൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കണം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം നമുക്ക് വരുമാനമൊന്നും ഇല്ലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര തുക വേണോ അത്രയും തുകയാണ് നമ്മുടെ എമർജൻസി ഫണ്ട്. അപ്പോൾ ആ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമുക്ക് ചിലപ്പോൾ ഫെസ്റ്റിവൽ ബോണസ് കിട്ടും, ഓണത്തിനൊക്കെ ചിലപ്പോൾ ബോണസ് കിട്ടും. കിട്ടിയ കാശ് എന്ത് ചെയ്യും, അത് മൊത്തം അടിച്ചു പൊളിക്കും. അല്ലെങ്കിൽ നമുക്ക് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടി എന്ത് ചെയ്യും, അടുത്ത മാസം തൊട്ട്, അപ്പോൾ അതുവരെ 20,000 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്ന ആൾ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ചിലവാക്കിക്കൊണ്ടിരുന്നിട്ട് അടുത്ത മാസം സാലറി 25,000 ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം തൊട്ട് ചിലവ് ഒറ്റയടിക്ക് 25,000 ആണ്. അല്ലാതെ അതിൽ 1 രൂപ പോലും മാറ്റി വയ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ അഡീഷണൽ വരുമാനം വരുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ ചിലവുകളല്ല കൂട്ടേണ്ടത്, നമ്മൾ ഇത്തരത്തിലൊരു എമർജൻസി ഫണ്ടാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പണം കൂട്ടി വയ്ക്കേണ്ടതും നമുക്ക് എക്സ്ട്രാ പണം കിട്ടുമ്പോൾ അത് മാറ്റി വയ്ക്കേണ്ടതും എല്ലാം ഈ ഒരു എമർജൻസി ഫണ്ടിലേക്കാണ്. ഈ തുക ആയി കഴിഞ്ഞാൽ പിന്നെ അതോടെ ഇരിക്കട്ടെ, പിന്നെ നിങ്ങൾ സേവ് ചെയ്യേണ്ട. നിങ്ങൾ ബാക്കി തുക എടുത്തിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ലക്ഷറിക്കും അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാത്തിനടുത്ത് ഉപയോഗിച്ചു. പക്ഷേ എമർജൻസി ഫണ്ട് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു അപകടകരമായ ശീലമാണ്. അത് എന്തായാലും പാടില്ല. അപ്പോൾ എമർജൻസി ഫണ്ട് എപ്പോഴും മാറ്റി വയ്ക്കുക, എന്നിട്ട് മാത്രം മറ്റു കാര്യങ്ങൾക്ക് പണം എടുത്ത് ചിലവാക്കുക. സോ ഇതെല്ലാമാണ് നിങ്ങളെ പാവപ്പെട്ടവനാക്കാൻ പോകുന്ന 10 ശീലങ്ങൾ. ഇതിൽ ഏതൊക്കെ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് നോക്കുക, അത് ഉടനെ അവസാനിപ്പിക്കുക. എന്നിട്ട് കുറച്ചുകൂടെ സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭാവിയിൽ പാവപ്പെട്ടവനാവുന്ന, ദരിദ്രനാവുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തേജി മന്തി ആപ്പ് ഉപയോഗിക്കാം. തേജി മന്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് തേജി മന്തി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്കും കിട്ടും. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടുനോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.